നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളികൾ പ്രതിഷേധം ശക്തമാക്കി. കാഞ്ഞങ്ങാട് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിലെ അയൽക്കൂട്ട അംഗങ്ങളെ പങ്കെടുപ്പിച്ച് വലിയ പറമ്പിൽ നടക്കുന്ന തീരസംഗമത്തിന് തുടക്കമായി. കുടുംബശ്രീ പ്രവർത്തകരുടെ ഘോഷയാത്രയോടെയാണ് സംഗമത്തിന് തുടക്കമായത്. ഹിന്ദു ഐക്യവേദി അച്ചാനൂർ പഞ്ചായത്ത് കമ്മിറ്റി മാവുങ്കാലിൽ വഖഫിനെതിരെ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കളിയാട്ട മഹോത്സവത്തിനായി മേളമുയരുന്ന ക്ഷേത്ര തിരുമുറ്റത്ത് 10 കിൻഡൽ അരി സമർപ്പിച്ച് ജുമാ മസ്ജിദ് കമ്മിറ്റി. കാസർഗോഡ് പാലേരെ കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പള്ളിക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി അരിയുമായി എത്തിയത്. AITUC വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തൃക്കരിപ്പൂർ നടക്കാവിൽ ജില്ലാതല പര്യടനം പൂർത്തിയാക്കിയത്. കൊളവയിൽ കാറ്റാടി AKG മന്ദിര ഉദ്ഘാടനം കൊളവയിൽ കാറ്റാടി AKG മന്ദിര ഉദ്ഘാടനം 15-ന് ഞായറാഴ്ച നടക്കും. വിളംബര ഘോഷയാത്ര നടന്നു. കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോയ്സും സംയുക്തമായി സുനാമി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 10-ാം വാർഡിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി. കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ സമരം നടന്നു. ചണ്ഡീഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വൈദ്യുതി മേഖലയിലെ ജീവനക്കാർ, ഓഫീസർമാർ, പെൻഷൻകാർ, കരാർ തൊഴിലാളികൾ എന്നിവരുടെ കോർഡിനേഷൻ കമ്മിറ്റിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ഐക്യദാർഢ്യ സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേവല ഭൂരിപക്ഷവും ശക്തമായ പിന്തുണയില്ലാതെന്നുള്ളതിന്റെ സാഹചര്യത്തിൽ പോലും ഇത്തരത്തിൽ ജനവിരുദ്ധമായ അല്ലെങ്കിൽ ദേശവിരുദ്ധമായി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന ഈ ഗുരുതരമായിട്ടുള്ള സ്വകാര്യവൽക്കരണ നയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ന് നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അതിന്റെ ഭീകരമായിട്ട് വിലക്കയറ്റം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ തമാശ രൂപയാണെങ്കിലും ബാണം പോലെ വില കയറുമെന്ന് പറഞ്ഞ് ബാണം പോലെ മാത്രമല്ല, ഇന്ന് സൂപ്പർസോണിക് വേഗതയിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത്. കാരണം പെട്രോളിയം മേഖലയിൽ സമ്പൂർണ്ണമായ സ്വകാര്യവൽക്കരണം നടന്നു. കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന പെട്രോളിയം മേഖല സമ്പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ചു കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു. KP അശോകൻ അധ്യക്ഷനായി. വിവിധ സംഘടനാ നേതാക്കളായ V. ജനാർദ്ദനൻ, OB രമേശ്, സദർ റിയാസ്, M. ഭാസ്കരൻ, KP രാമചന്ദ്രൻ, K. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. K. ശശിധരൻ സ്വാഗതവും PP ബാബു നന്ദിയും പറഞ്ഞു. TB റോഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ മിനിമം കൂലി നിശ്ചയിക്കുക, പുതിയ വേജ് കോഡ് ബില്ലിനെ തുടർന്ന് ഇല്ലാതാക്കിയ ബീഡി സിഗാർ നിയമം പുനഃസ്ഥാപിക്കുക, മുഴുവൻ ബീഡി തൊഴിലാളികളെയും PF പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, കോൺട്രാക്ട് സബ് കോൺട്രാക്ട് സമ്പ്രദായം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണയും മാർച്ചും നടത്തിയത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അത് ഈ രാജ്യത്തിലെ സമ്പന്ന വർഗത്തിന്റെ, മുതലാളി വർഗത്തിന്റെ, പണക്കാരന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 7 ലക്ഷം കോടിയുടെ നികുതി ഇളവുകൾ ഒരു ഘട്ടത്തിൽ തന്നെ വമ്പൻ കുത്തക മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള സാമ്പത്തിക സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. ഓരോ വർഷം ബജറ്റ് തയ്യാറാക്കുമ്പോഴും ഇന്ത്യയിലെ വികസന നയങ്ങൾക്ക് ശവമഞ്ചമൊരുക്കുകയാണ് ഓരോ ബഡ്ജറ്റുകളും. അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കൈയാളുന്നത്, ആ നേട്ടം കൊയ്തെടുക്കുന്നത് വലിയ സമ്പന്ന വർഗമാണ്.
അദാനിയായാലും അംബാനിയായാലും ഇതുപോലെയുള്ള കുത്തക കുടുംബങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി അവരുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ, ലാഭം വർദ്ധിപ്പിക്കാൻ, അവരുടെ മൂലധന ആസ്തി വർദ്ധിപ്പിക്കാനെല്ലാം ഉതകുന്ന രീതിയിലേക്കുള്ള സമ്പന്ന വർഗ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പി ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. ഡി വി അമ്പാടി സ്വാഗതം പറഞ്ഞു. കെ വി രാഘവൻ, ടി കുട്ട്യൻ, വി ബാലകൃഷ്ണൻ, പി കാര്യമ്പു, പി രോഹിണി, പി പി തങ്കമണി, ടി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബീഡി തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് LIC ഓഫീസിൽ നിന്നും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. ദേശീയ മിനിമം കൂലി നടപ്പിലാക്കുക, ബീഡി സിഗാർ നിയമവും ക്ഷേമനിധിയും പുനഃസ്ഥാപിക്കുക, ക്ഷേമനിധി ബോർഡിൽ എല്ലാ യൂണിയൻ പ്രതിനിധികളെയും ഉൾപ്പെടുത്തുക, പുകയില നിരോധന നിയമം കാരണം ജോലി നഷ്ടപ്പെടുന്നവർക്ക് സാമ്പത്തിക സഹായമോ ജോലിയോ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബീഡി തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് LIC ഓഫീസിൽ നിന്നും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1968 ബീഡി സിഗാർ നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിയത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ നിയമം നടപ്പാക്കിയതിനു ശേഷം ഇന്ത്യ രാജ്യത്ത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഘട്ടങ്ങളായിട്ട് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആനുകൂല്യം പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തത് ഒട്ടേറെ സമരത്തിന്റെയൊക്കെ ഫലമായിട്ടാണ്. അങ്ങനെ സമരം നടത്തി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ആ ഉള്ള നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഓരോ കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് മാറ്റം വരുത്തി പുതുതായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് പകരം നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോലും നൽകാതെ യാതൊരു രീതിയിലുള്ള പരിരക്ഷയും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് നൽകേണ്ടതില്ല എന്നുള്ള സമീപനമാണ് BJP-യുടെ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ബീഡി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് C. സുശീല അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി A. നാരായണൻ സ്വാഗതം പറഞ്ഞു. M. സരോജിനി, KV ഗോപി, M. പത്മാവതി, ഓമന, ശാന്ത, രുക്മിണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിലെ അയൽക്കൂട്ട അംഗങ്ങളെ പങ്കെടുപ്പിച്ച് 3 ദിവസങ്ങളിലായി വലിയ പറമ്പിൽ നടക്കുന്ന തീരസംഗമത്തിന് തുടക്കമായി. 3 ദിവസം നീളുന്ന തീരസംഗമം വെള്ളിയാഴ്ച രാവിലെ വലിയ പറമ്പ് പാലം പരിസരത്ത് നിന്നും കുടുംബശ്രീ പ്രവർത്തകരുടെ ഘോഷയാത്രയോടെയാണ് തുടക്കമിട്ടത്. തീരമേഖലയിലെ അയൽക്കൂട്ടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന വലിയ പറമ്പിന്റെ ടൂറിസം സാധ്യത വിലയിരുത്തി കുടുംബശ്രീ നേതൃത്വത്തിൽ 100ഓളം ഹോം സ്റ്റേകൾ ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് തീരസംഗമം നടക്കുന്നത്. ഒരുമയുടെ തീരസംഗമത്തിൽ തൃക്കരിപ്പൂർ, പടന്ന, വലിയ പറമ്പ്, അജാനൂർ, പള്ളിക്കര, ഉദുമ, ചെമ്മനാട്, കുമ്പള, മംഗൽപാടി, മഞ്ചേശ്വരം പഞ്ചായത്തുകളിലെയും കാസർഗോഡ് നഗരസഭയിലെയും 2000-ൽ പരം കുടുംബശ്രീ അംഗങ്ങളാണ് പങ്കെടുക്കുന്നത്. വലിയ പറമ്പ് കോർണിഷ് ബീച്ചിലൊരുക്കിയ തീരസംഗമം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, പക്ഷേ സാംസ്കാരിക കേരളത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ അങ്ങനെ ഒരു ഉയർന്നു വരാൻ വേണ്ടി പാടുന്നു. ഞാൻ ഈ നിരാകരണ കൊലയായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു 2 കൊല്ലം മുമ്പ്. അപ്പൊ ആ സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ മറ്റ് MLA-മാർക്കൊന്നും പെട്ടെന്ന് ക്ലിക്കായില്ല. ഇത് നിരാകരണ കൊല. അപ്പൊ ഞാൻ ഉദാഹരണ സഹിതം സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ നിരാകരണ കൊലക്കെതിരായിട്ട് ശക്തമായിട്ട് ബോധവൽക്കരണം വേണമെന്നുള്ള സബ്മിഷൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അപ്പൊ മുഖ്യമന്ത്രി വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ അതിനെ സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ട് തന്നെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ അധ്യക്ഷനായി. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഹോം സ്റ്റേ സംരംഭം ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. കാസർഗോഡ് നഗരസഭാ അധ്യക്ഷൻ അബ്ബാസ് ബീഗം, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D. ഹരിദാസ്, വലിയപറമ്പ് CDS അധ്യക്ഷ EK ബിന്ദു, ജീൻ ലവീനോ മൊന്തേരോ, റുബീന നൌഫൽ, VK ബാവ, താഹിറ യൂസഫ്, സുഫൈജ അബുബക്കർ, P. ലക്ഷ്മി, T. ശോഭ, M. കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി കുടുംബശ്രീ എന്ന വിഷയത്തിൽ സെമിനാറും ലഹരിമുക്ത ക്ലാസും സിനിമാ പ്രദർശനം, കുടുംബശ്രീ CDS അംഗങ്ങൾ അവതരിപ്പിച്ച കലാസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഹിന്ദു ഐക്യവേദി അച്ചാനൂർ പഞ്ചായത്ത് കമ്മിറ്റി മാവുങ്കാലിൽ വഖഫിനെതിരെ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവുങ്കാലിൽ വഖഫിനെതിരെ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ഒരു
കരി നിയമത്തിൻ്റെ ഭീകരമായ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. വഖഫ് ബോർഡ് അഥവാ വഖഫ് നിയമം ഒരു സമാന്തരമായ ഭരണഘടനയും സമാന്തരമായ ഒരു ഭരണകൂടവുമായി മാറിയിരിക്കുകയാണ്. വളരെ നിശബ്ദമായ ഒരു ഭൂമി അധിനിവേശമാണ് വഖഫ് ബോർഡിലൂടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വാഗത ഭാഷകനും അധ്യക്ഷ ഭാഷകനും ഉദ്ഘാടകനുമെല്ലാം അതിൻ്റെ ഭീകരമായ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി സുധാകരൻ കൊള്ളിക്കാട് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി മോഹനൻ വാഴക്കോട്, താലൂക്ക് ജനറൽ സെക്രട്ടറി രാജൻ കോയങ്കര എന്നിവർ സംസാരിച്ചു. ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ മാവുങ്കാൽ, ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് AM പ്രദീപ് കുമാർ, BMS പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരീഷ് കാട്ടുകുളങ്ങര, വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ഷാരിഖ് പ്രമുഖ് ശശീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്,
സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. DTC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോട് കൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയിസ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848628282. വാർത്തകൾ തുടരുന്നു. AITUC വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തൃക്കരിപ്പൂർ നടക്കാവിൽ ജില്ലാതല പര്യടനം പൂർത്തിയാക്കിയത്. തൊഴിൽ മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികളുടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് തൊഴിൽ സുരക്ഷിതത്വവും അവകാശവും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് AITUCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം പൂർത്തീകരിച്ച് കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് നയിക്കുന്ന ജാഥ നടക്കാവിലാണ് ജില്ലാതല പര്യടനം സമാപിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡർ TJ ആഞ്ചലോസ്, വൈസ് ക്യാപ്റ്റൻ KK അഷ്റഫ്, ഡയറക്ടർ KG ശിവാനന്ദൻ, ജാഥ അംഗങ്ങളായ P സുബ്രഹ്മണ്യൻ, വിജയൻ കുനിശ്ശേരി, KV കൃഷ്ണൻ, CK ശശിധരൻ, ചെങ്ങറ സുരേന്ദ്രൻ, താവം ബാലകൃഷ്ണൻ, KC ജയപാലൻ, K മല്ലിക, എലിസബത്ത് അസീസി, AITUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KS കുര്യാക്കോസ്, ജനറൽ സെക്രട്ടറി T കൃഷ്ണൻ, P വിജയകുമാർ എന്നിവർ സംസാരിച്ചു. നാളുകളിൽ നമുക്കൊന്നും 4 പേരിൽ കൂടുതൽ ഒന്നിക്കാൻ കഴിയാതിരുന്ന, അങ്ങനെ ഒന്നിച്ചാൽ അതിനെതിരെ കോവിഡ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കർഷക വിരുദ്ധ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കിയത്. അന്ന് ബിനോയ് വിശ്വ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിക്കൊണ്ടാണ്. പക്ഷേ ആ നിയമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ഒരു സുപ്രഭാതത്തിൽ ചാനലുകളുടെ മുമ്പിൽ വന്ന് ആ നിയമങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയേണ്ടി വന്നു. പ്രധാനമന്ത്രി പിൻവലിച്ചാൽ നിയമങ്ങൾ പ്രഖ്യാപിച്ചാൽ നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയില്ല. പാർലമെന്റിന്റെ സമ്മേളനം ചേർന്ന് നിയമങ്ങൾ പിൻവലിച്ചു. കാലിക്കടവിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ നടക്കാവിലേക്ക് സ്വീകരിച്ചത്. സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ CB വിജയരാജ് സംസാരിച്ചു. വിവിധ ഘടക യൂണിയനുകൾക്ക് വേണ്ടി ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും ഹാരാർപ്പണം നടത്തി. വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം 17-ന് തൃശൂരിൽ ജാഥ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കളിയാട്ട മഹോത്സവത്തിനായി മേളമുയർന്ന ക്ഷേത്ര തിരുമുറ്റത്ത് 10 ക്വിന്റൽ അരി സമർപ്പിച്ച് ജുമാ മസ്ജിദ് കമ്മിറ്റി. കാസർഗോഡ് പാലേരെ കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പള്ളിക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി അരിയുമായി എത്തിയത് മതസൗഹാർദ്ദത്തിന്റെ മഹനീയ കാഴ്ചയായി. ക്ഷേത്രത്തിൽ പായസ വിതരണത്തിനായി 50,000 രൂപ സംഭാവനയും നൽകി. പള്ളിക്കര പാലേരെ കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ടത്തിന്റെ സമാപനത്തിൽ 10,000 പേർക്ക് അന്നപ്രസാദം ഒരുക്കുന്നതിനുള്ള അരി സമർപ്പിക്കാനായി നിറഞ്ഞ മനസ്സുമായി എത്തിയ മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളെ ക്ഷേത്രസ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റിയും ചേർന്ന് സ്വീകരിച്ചു. നരസിംഹ അവതാരമായ വിഷ്ണുമൂർത്തി തെയ്യം ഉറഞ്ഞാടുന്ന തിരുമുറ്റത്ത് സർവാധാരങ്ങളോടെ അരി സമർപ്പിച്ചപ്പോൾ മതസൗഹാർദ്ദത്തിന്റെയും മാനവസ്നേഹത്തിന്റെ ധന്യനിമിഷങ്ങൾക്ക് വേദിയായി ക്ഷേത്രാങ്കണം. പലപ്പോഴും എൻ്റെ കേട്ടറിവാണ്, ഏത് വിഷയം വന്നാലും പരസ്പരം നല്ല സൗഹാർദ്ദത്തോടു കൂടെ നടന്നു നീങ്ങുന്നവരാണ് പലപ്പോഴും ഇവിടുത്തെ മുസ്ലിങ്ങളും നമ്മുടെ ഹൈന്ദവരായ സഹോദരന്മാർ. അതുപോലെ ഒരിക്കലും നമുക്ക് ഈ സൗഹാർദ്ദവും ഈ ഒത്തൊരുമയും എപ്പോഴും ഉണ്ടാവണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് 2 വാക്കിന് വിരാമം. മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് CH താജുദ്ദീൻ,
റിയാസ് നിസാമി എന്നിവരിൽ നിന്നും അരി ഏറ്റുവാങ്ങി. ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനൊപ്പം പായസം ഒരുക്കുന്നതിനായി പള്ളി കമ്മിറ്റിക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയ ഷഫീഖ് പാലക്കിൽ 50,000 രൂപ സംഭാവനയും നൽകി. ദേശീയപാത വികസനം ഭാഗമായി 2 വർഷം മുമ്പ് പൊളിച്ചുമാറ്റിയ വിഷ്ണുമൂർത്തി ക്ഷേത്രം പുനർനിർമ്മിച്ച് നടത്തുന്ന ആദ്യ കളിയാട്ടം മതസൗഹാർദ്ദത്താൽ സമ്പന്നമായതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും BJP അച്ചാനൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ AK സുരേഷിന്റെ നിര്യാണത്തിൽ മാവുങ്കാലിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. യോഗത്തിൽ നിരവധി പേർ അനുശോചനം അറിയിച്ചു. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും BJP അജാനൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ AK സുരേഷിന്റെ നിര്യാണത്തിൽ മാവുങ്കാലിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് സംസാരിച്ചു. പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ, ഒരു നേതാവ്, ഒരുപാട് സമര പ്രക്ഷോഭ പരിപാടികളിൽ നിർഭയമായിട്ട് പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ആളാണ് സുരേഷ്. യാതൊരു ഭയമില്ല. ഏത് രീതിയിലും പാർട്ടിയെ പ്രതിരോധിക്കാൻ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു മാതൃക എന്നും സുരേഷ് കാണിക്കും. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് സൗത്ത് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി A വേലായുധൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം പ്രഭാകരൻ മൂലക്കണ്ടം, CPI ജില്ലാ കൌൺസിൽ അംഗം ദാമോദരൻ A, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ ബൽരാജ് M, അശോക് കുമാർ N, രാഷ്ട്രീയ സ്വയം സേവക സംഘം ബാബു പുല്ലൂർ, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ഹിന്ദു ഐക്യവേദി പ്രതിനിധി മോഹനൻ വാഴക്കോട് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. P പത്മനാഭൻ സ്വാഗതവും BJP അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ മാവുങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ കാറ്റാടി AKG മന്ദിര ഉദ്ഘാടനം 15-ന് ഞായറാഴ്ച നടക്കും. വിളംബര ഘോഷയാത്ര നടന്നു. കാഞ്ഞങ്ങാട് കൊളവയൽ കാറ്റാടി AKG മന്ദിരം ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം വിളംബര റാലി സംഘടിപ്പിച്ചു. നൃത്തവേഷധാരികൾ, മുത്തുക്കുടയേന്തിയ സ്ത്രീകൾ, ബാൻഡ് മേളം, കോൽക്കളി, DJ ഡാൻസ്, ജേഴ്സി അണിഞ്ഞ കുട്ടികൾ, യുവാക്കൾ, വനിതകൾ എന്നിവർ അണിനിരുന്ന വിളംബര റാലി അജാനൂർ കടപ്പുറത്തു നിന്നും ആരംഭിച്ച് കാറ്റാടി ജംഗ്ഷനിൽ സമാപിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കാറ്റാടി കുമാരൻ, കൺവീനർ CH ബാബു, K ഗംഗാധരൻ, സുഭാഷ് കാറ്റാടി, കമലാക്ഷൻ കൊളവയൽ, രവി കൊളവയൽ, PK കണ്ണൻ, UV ബഷീർ, SK സുർജിത്ത്, വിപിൻ കാറ്റാടി, സന്തോഷ് കാറ്റാടി, T മനോജ് കുമാർ, രാജേഷ് കാറ്റാടി, പൂമണി ശ്രീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിസംബർ 15-ന് ഞായറാഴ്ച വൈകിട്ട് 3:30-ന് കാറ്റാടി AKG മന്ദിരം നാടിന് സമർപ്പിക്കും. കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോഴ്സും സംയുക്തമായി സുനാമി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 10-ാം വാർഡിൽ ഒരുക്കിയ മോക്ക് ഡ്രിൽ അപായ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെയും രക്ഷപ്പെടലിന്റെയും വേറിട്ട കാഴ്ചയാണ് സമ്മാനിച്ചത്. സുനാമി മുന്നറിയിപ്പ് നൽകി വാഹനത്തിൽ അനൗൺസ്മെന്റ് മുഴങ്ങുന്നു. കടലോരവാസികൾ വലിയ ജാഗ്രതയിൽ സുരക്ഷിതമായ വീടുകളിലേക്കും പ്രധാന റോഡിലേക്കുമായി ഓടിക്കയറുന്നു.
വ്യാഴാഴ്ച വൈകുന്നേരം വലിയ പറമ്പ് 12 ബീച്ച് റോഡിലും പരിസരത്തുമായി നാട്ടുകാരെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു ഉണ്ടായത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തും മിൻകോയ്സും സംയുക്തമായി പഞ്ചായത്തിലെ 10ാം വാർഡിലൊരുക്കിയ സുനാമി മോക്ക് ഡ്രില്ലായിരുന്നു അരങ്ങേറിയതെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനായിരുന്നില്ല. കടപ്പുറത്ത് നിന്നും നിരവധി ആംബുലൻസിൽ ആളുകളെ കയറ്റി പടന്ന കടപ്പുറം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന രക്ഷാപ്രവർത്തനമാണ് നേരത്തെ തയ്യാറാക്കിയ രീതിയിൽ നടന്നത്. വാഹന അനൗൺസ്മെന്റ് വന്നതോടെ ആളുകളെ കൂട്ടത്തോടെ കടലോരത്ത് നിന്നും വീടുകളിൽ നിന്നുമായി ഒഴിപ്പിച്ചതും അതുവഴി വന്നവർക്ക് ആദ്യാനുഭവമായി. 100-ലധികം ആളുകളെ ഒഴിപ്പിച്ച് ബീച്ചാരക്കടവ് മദ്രസയിൽ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ചന്ദേര പോലീസ്, അഗ്നിരക്ഷാ സേന, തൃക്കരിപ്പൂർ തീരദേശ പോലീസ്, റവന്യൂ, മോട്ടോർ വെഹിക്കിൾ വിഭാഗം, ഫിഷറീസ്, ആരോഗ്യവകുപ്പ്, അഗ്നിരക്ഷാ റെസ്ക്യൂ ടീം, ആപ്തമിത്ര വളണ്ടിയേഴ്സ്, പഞ്ചായത്ത് ദുരന്ത നിവാരണ സേനാംഗങ്ങൾ എന്നിവർ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. 1000-ഓളം ആളുകൾ മോക്ക് ഡ്രിൽ വീക്ഷിക്കുന്നതിനായി വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. സബ് കളക്ടർ പ്രദീപ് ജെയിൻ, ADM P അഖിൽ, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, SIമാർ തുടങ്ങി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, ജില്ലാ ഫയർ ഓഫീസർ B രാജ്, കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ പവിത്രൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർ ക്യാമ്പ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സിവിൽ ഡിഫൻസ് ആപ്തമിത്ര കോർഡിനേറ്റർമാരായ K വിനീഷ് കുമാർ, K ഗോപി ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലുള്ളവരും പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, വൈസ് പ്രസിഡന്റ് P ശ്യാമള, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വലിയ പറമ്പ് വില്ലേജ് അധികൃതർ, ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ ഉൾപ്പെടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരു ദുരന്തമുണ്ടായാൽ ഏത് തരത്തിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താമെന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു മോക്ക് ഡ്രിൽ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റൂ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ
ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി വാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബ് ഓഫ് ബേക്കൽ ഫോർട്ട് മുക്കൂട് ഗവൺമെന്റ് LP സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ നൽകി. ലയൺസ് ഫസ്റ്റ് VDG രവി ഗുപ്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാവണീശ്വരം മുക്കൂട് ഗവൺമെന്റ് LP സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ കൈമാറി ലയൺസ് ക്ലബ് ഓഫ് ബേക്കൽ ഫോർട്ട്. ലയൺസ് ഫസ്റ്റ് VDG രവി ഗുപ്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാര്യം മറക്കേണ്ട, വീട്ടിൽ അമ്മ നമുക്ക് വെള്ളം നല്ല ചൂടാക്കിയിട്ട് പ്യൂരിഫൈ ആക്കിയിട്ടാണ് തരുന്നത്. നമ്മുടെ സ്കൂളിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല പ്യൂരിഫൈഡ് ഹെൽത്തി വാട്ടർ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് താങ്ക്സ് നിങ്ങളുടെ ആർക്ക് പറയേണ്ടത് ബേക്കൽ ഫോർട്ടിൻ്റെ പ്രസിഡന്റ് ഗോവിന്ദൻ അങ്കിൾ അല്ലേ? ഗോവിന്ദൻ അങ്കിളിനെ പ്രസിഡന്റ് പറയാം, സെക്രട്ടറി അഷ്റഫ് അങ്കിളിൻ്റെ. So all the members of Baker Fort, പ്രത്യേകിച്ചിട്ട് we must thank them, and for the teacher, for the headmaster, ചെറിയൊരു റിക്വസ്റ്റ് മാഡം, ഏത് മെഷീൻ ആയാലും it requires service and maintenance. So Mercedes Benz വാങ്ങിയാലും 6 months or 1 year കഴിഞ്ഞിട്ട് ചെറിയൊരു സർവീസ് വേണ്ടി വരും. ക്ലബ്ബ് പ്രസിഡന്റ് ഗോവിന്ദൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ മുഖ്യാതിഥിയായി. ജില്ലാ സെക്രട്ടറി സുകുമാരൻ നായർ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG പുഷ്പ, അബ്ദുൽ നാസർ, MB ഹനീഫ, നൌഷാദ് ചിത്താരി, അബൂബക്കർ, മുനീർ M, ഷൌക്കത്ത് അലി AK, ആബിദ് നാലപ്പാട്, സ്കൂൾ PTA പ്രസിഡന്റ് രാജേഷ് PV എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി അഷ്റഫ് പറമ്പത്ത് സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക ശൈലജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മുത്തപ്പൻതറ കുരുക്ഷേത്ര സാംസ്കാരിക വേദി കബഡി ഫെസ്റ്റ് BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. കുരുക്ഷേത്ര സാംസ്കാരിക വേദി മുത്തപ്പൻതറയുടെ 17ാം വാർഷികാഘോഷത്തിന്റെയും മടിക്കൈ കമാരൻ 7ാം ചരമവാർഷികത്തിന്റെയും ഭാഗമായാണ് കമാർജി സ്മാരക സ്റ്റേഡിയത്തിൽ ഇൻവിറ്റേഷൻ കബഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹം ഈ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകനും കൂടി താൻ എങ്ങനെയാണ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിന് പ്രവർത്തകൻ തൻ്റെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ആദർശങ്ങൾ എന്തൊക്കെ എന്നതിന് ഒരു വലിയ ഉദാഹരണമാണ് കമ്മാർജി. പരിവാർ പ്രസ്ഥാനം രാഷ്ട്രീയമുഖമായ ഭാരതീയ ജനതാ പാർട്ടിയും. ആഘോഷ കമ്മിറ്റി ചെയർമാൻ TV പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച മുൻ സൈനികരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ശ്രീധരൻ കാരാക്കോട്, പ്രശാന്ത് സൗത്ത്, MP ബാലകൃഷ്ണൻ, അജയ്കുമാർ നെല്ലിക്കാട്ട്, ശിവപ്രസാദ് EV, MP ഉണ്ണികൃഷ്ണൻ, സനൽകുമാർ, ഭാസ്കരൻ ചെമ്പിലോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ സുധീഷ് A സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി രൂപേഷ് നന്ദിയും പറഞ്ഞു. അരവിന്ദാക്ഷൻ നീലേശ്വരം സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആലിയ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന് ശനിയാഴ്ച മുതൽ തുടക്കമാകും. അൽ അലിയ അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്.
പി മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് ഹാരിഫ് ബീരാൻ MP അടക്കമുള്ള പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലിയ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അൽ ആലിയ അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം 14-15 തീയതികളിലായി പരവനടുക്കം ആലിയ ക്യാമ്പസിൽ വെച്ച് നടക്കും. 14 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് 1941 മുതൽ ആലിയയിൽ വിദ്യ പകർന്നു നൽകിയ വ്യത്യസ്ത കാലഘട്ടത്തിലെ പൂർവ്വ അധ്യാപകരുടെ സംഗമം നടക്കും. വൈകുന്നേരം 4 മണിക്ക് സമ്മേളന ഉദ്ഘാടനം ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ നിർവഹിക്കും. സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പ്രബന്ധ കവിതാ രചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും ഉപഹാരവും അക്കാദമിക് മീറ്റിൽ വെച്ച് വിതരണം ചെയ്യും. രാത്രി 9 മണി മുതൽ കൾച്ചറൽ പ്രോഗ്രാമുകൾ നടക്കും. 15 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ആലിയ കോളേജ്, വനിതാ കോളേജ്, മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധി സംഗമം സമാന്തരമായി നടക്കും. 11 മണിക്ക് നടക്കുന്ന പ്രൊജക്റ്റ് പ്രഖ്യാപനത്തോടെ സമ്മേളനം സമാപിക്കും. ആലിയ മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ സലാഹുദ്ദീൻ സമാപനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആലിയയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഈ വരുന്ന 14-15 തീയതികളിൽ നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആലിയയിൽ 85 വർഷമായി വ്യത്യസ്ത കാലഘട്ടത്തിൽ അധ്യാപനം നിർവഹിച്ചിരുന്ന 100ഓളം അധ്യാപകന്മാരുടെ ഒരു ഒത്തുചേരലാണ് ആദ്യത്തെ 2 മണിക്കുള്ള സെക്ഷൻ. ശേഷം 4 മണി മുതൽ 6 മണി വരെ ഉദ്ഘാടന സമ്മേളനമാണ്. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ സെക്ഷനിൽ ആലിയയുടെ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ CP അബിയുർ റഹ്മാൻ സാഹിബ് അധ്യക്ഷത വഹിക്കും. സംഘാടക സമിതി വൈസ് ചെയർമാൻ ബദറുൽ മുനീർ, ആലിയ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് U അബ്ദുസ്സലാം, ആലിയ അലുമിനി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TP ഇല്യാസ്, സംഘാടക സമിതി ജനറൽ കൺവീനർ ഷറഫുദ്ദീൻ P, സംഘാടക സമിതി കൺവീനർ CMS കലീലുല്ലാഹ്, സംഘാടക സമിതി കൺവീനർ PK അബ്ദുല്ല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സഹകരണ എംപ്ലോയീസ് യൂണിയൻ KSCU സംസ്ഥാന കൗൺസിൽ ശനിയാഴ്ച ചെർക്കള മാക്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സഹകരണ എംപ്ലോയീസ് യൂണിയൻ KCEU സംസ്ഥാന കൗൺസിൽ ശനിയാഴ്ച ചെർക്കള IMAX ഓഡിറ്റോറിയത്തിലെ P രാഘവൻ നഗറിൽ നടക്കും. രാവിലെ 9:30 CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. KCEU സംസ്ഥാന പ്രസിഡന്റ് PM വഹീദ അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. 41,969 അംഗങ്ങളുള്ള യൂണിയനിൽ നിന്നും തെരഞ്ഞെടുത്ത 300 പ്രതിനിധികൾ കൗൺസിലിനെത്തും. സഹകരണ മേഖലയെയും അതുപോലെ തന്നെ ജീവനക്കാരെയും ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ വർത്തമാന കാലഘട്ടത്തിൽ സഹകരണ മേഖല അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ സംസ്ഥാനതല കൗൺസിൽ ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് എളമരം കരീമാണ്. അതുപോലെ തന്നെ ആ പരിപാടിയിൽ യൂണിയൻ്റെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കും. സംഘാടക സമിതി വൈസ് ചെയർമാൻ TMA കരീം, കൺവീനർ KV വിശ്വനാഥൻ, KCEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ജാനകി, B മോഹനൻ, KV രമേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ കേളോത്തുവീട് തറവാട് കളിയാട്ട മഹോത്സവം നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. പുല്ലൂർ കേളോത്തുവീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. അന്ത്യണങ്ങും ഭൂതം, കാർന്നോൻ തെയ്യം, പൊട്ടൻ തെയ്യം, അടുക്കത്ത് ചാമുണ്ടി, വിഷ്ണുമൂർത്തി, മുളവിന്നൂർ ഭഗവതി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി.
തീക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങൾ കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളികൾ പ്രതിഷേധം ശക്തമാക്കി. കാഞ്ഞങ്ങാട് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിലെ അയൽക്കൂട്ട അംഗങ്ങളെ പങ്കെടുപ്പിച്ച് വലിയ പറമ്പിൽ നടക്കുന്ന തീരസംഗമത്തിന് തുടക്കമായി. കുടുംബശ്രീ പ്രവർത്തകരുടെ ഘോഷയാത്രയോടെയാണ് സംഗമത്തിന് തുടക്കമായത്. ഹിന്ദു ഐക്യവേദി അച്ചാനൂർ പഞ്ചായത്ത് കമ്മിറ്റി മാവുങ്കാലിൽ വഖഫിനെതിരെ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കളിയാട്ട മഹോത്സവത്തിനായി മേളമുയരുന്ന ക്ഷേത്ര തിരുമുറ്റത്ത് 10 കിൻഡൽ അരി സമർപ്പിച്ച് ജുമാ മസ്ജിദ് കമ്മിറ്റി. കാസർഗോഡ് പാലേരിയ കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പള്ളിക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി അരിയുമായി എത്തിയത്. AITUC വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തൃക്കരിപ്പൂർ നടക്കാവിൽ ജില്ലാതല പര്യടനം പൂർത്തിയാക്കിയത്. കൊളവയിൽ കാറ്റാടി AKG മന്ദിര ഉദ്ഘാടനം അല്ലേ? കൊളവയിൽ കാറ്റാടി AKG മന്ദിര ഉദ്ഘാടനം 15-ന് ഞായറാഴ്ച നടക്കും. വിളംബര ഘോഷയാത്ര നടന്നു. കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോയ്സും സംയുക്തമായി സുനാമി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 10-ാം വാർഡിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.